ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡീമൺ സ്ലെയർ ആനിമയിലെ സ്ട്രോങ്ങസ്റ്റ് ഹാഷറായിട്ടുള്ള ഗ്യോമെ ഹിമജിമയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആരാണ് ഗ്യോമെ, ഗ്യോമയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ പിന്നെ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കണ്ണു കാണാത്ത ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ് ഗ്യോമെ. താൻ ജനിക്കുന്ന സമയത്ത് തന്നെ ബ്ലൈൻഡ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ച് താൻ ബ്ലൈൻഡ് ആയതാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഗ്യോമെ ഒരു ടെമ്പിളിൽ 9 കുട്ടികളെ വളർത്തുകയാണ്. ആ ഒരു കുട്ടികൾക്ക് സ്വന്തമായി എന്ന് പറയാൻ അച്ഛനോ അമ്മയോ ഇല്ല, ആകെയുള്ളത് ഗ്യോമയാണ്. ആ ഒരു കുട്ടികളും ഗ്യോമയും എല്ലാവരും ഒരു ഫാമിലിയെ പോലെയാണ് അവിടെ ജീവിച്ചു വരുന്നത്. കൂടാതെ അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ഗ്യോമയാണ്. കൂടാതെ ഇവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്താണെങ്കിൽ എപ്പോഴും ഡീമൺസ് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഇവരുടെ ആ ഒരു ടെമ്പിളിൽ ഡീമൺസ് വരാതിരിക്കാൻ വേണ്ടി ഒരു ബർണർ അവിടെ വെച്ചിട്ടുണ്ടാകും. അതായത് ഇതിൽ നിന്നും ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് ഡീമൺസിന് ഇവിടെ വരാൻ കഴിയുകയില്ല. പിന്നെ അവിടെയുള്ള കുട്ടികൾക്ക് ചില റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയ വിട്ട് പുറത്തു പോകാൻ കഴിയില്ല. കൂടാതെ സൺസെറ്റ് ആയി കഴിഞ്ഞാൽ ടെമ്പിളിന് പുറത്തിറങ്ങരുത്, കാരണം നൈറ്റ് ടൈമിലാണ് നമ്മുടെ ഡീമൺസ് ഒക്കെ പുറത്ത് വരാറ്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി കുട്ടികൾ അവിടെ ഹാപ്പി ആയിട്ടാണ് ജീവിച്ചിരുന്നത്. അങ്ങനെയാണ് ഒരു ദിവസം അവിടെ ഉണ്ടായ ഒരുത്തൻ, അതായത് നമ്മുടെ കൈകാക്കു, ഈ ഒരു ടെമ്പിളിന്റെ പുറത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി രാത്രി സമയത്ത് ആ ഒരു ഏരിയ വിട്ട് പുറത്തേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ അവനെ ഒരു ഡീമൺ കാണുകയും ഇവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു ടെമ്പിളിനടുത്തേക്ക് പോയി അവിടെ ഉണ്ടായ ആ ഒരു സ്മെല്ല് വരുന്ന സാധനമല്ലേ ബർണർ, അതൊക്കെ തട്ടിക്കളഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അതായത് ആ ഒരു ടെമ്പിളിനകത്തുണ്ടായ കുട്ടികളെയും ഗ്യോമയൊക്കെ ഒറ്റുകൊടുത്ത് നമ്മുടെ കൈകാക്കും അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ആ ഒരു ഡീമൺ ടെമ്പിളിന്റെ അകത്തേക്ക് കയറുകയും അതിലുണ്ടായ 2-3 കുട്ടികളെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ട് ഗ്യോമയും ബാക്കിയുള്ള കുട്ടികളൊക്കെ എഴുന്നേൽക്കുകയും ഗ്യോമെ ഡീമൺസിന്റെ കയ്യിൽ നിന്നും മറ്റു കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ ഗ്യോമ പറയുന്നത് ആ കുട്ടികളൊന്നും കേൾക്കില്ല. അവരൊക്കെ പുറത്തേക്ക് ഓടിപ്പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ഒരു ഡീമൺ അവരെയൊക്കെ കൊന്നു കളയുന്നു. അങ്ങനെ ഒരു കുട്ടി മാത്രം ഗ്യോമയുടെ പുറകിലായി പേടിച്ചിരിക്കുന്നുണ്ടാകും. അങ്ങനെ ഗ്യോമെ ആ ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഡീമണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡീമണിനെ, ഒരു നോർമൽ ഹ്യൂമനെ സോഡ് പോലും ഇല്ലാതെ ഡിഫീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ ഗ്യോമെ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡീമണിനെ എടുത്ത് തറയിലിട്ടോ ഡീമണിന്റെ തലയടിച്ച് പൊളിക്കാൻ വേണ്ടി തുടങ്ങും. എന്നാൽ നമുക്കറിയാം ഡീമൺസ് പിന്നെയും റീജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഗ്യോമ തലക്കടിക്കുന്നു, പിന്നെയും റീജനറേറ്റ് ആകുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ആയി രാവിലെ വരെ ആ ഒരു ഡീമണിൽ നിന്നും ആ ഒരു കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുകയും പിന്നീട് സൺലൈറ്റ് വന്നപ്പോൾ ആ ഒരു ഡീമൺ ഇല്ലാതാവുകയും ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ആൾക്കാരും മറ്റുള്ളവരൊക്കെ വന്ന സമയത്ത് ആ ഒരു കുട്ടിയാണെങ്കിൽ പേടിച്ച് തെറ്റിദ്ധരിച്ച് ഗ്യോമയാണ് ഇവരെയൊക്കെ കൊന്നത് എന്ന രീതിയിൽ ഗ്യോമയെ ജയിലിൽ അടക്കും. അങ്ങനെ നമ്മുടെ ഗ്യോമയ്ക്ക് മരണദണ്ഡന വരെ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഡീമൺ സ്ലെയർ കോർപ്സിന്റെ ഹെഡ് അവിടെ വന്ന് നമ്മുടെ ഗ്യോമയെ പുറത്തിറക്കുകയും അവനെ ട്രെയിനിങ് ചെയ്യുകയും 2 മാസത്തിനുള്ളിൽ ഒരു ആശരയാവുകയും ചെയ്യുന്നു. അതുപോലെ ഗ്യോമയുടെ ട്രെയിനിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 3 രീതിയിലാണ് പുള്ളിക്കാരൻ ട്രെയിനിങ് ചെയ്യുന്നത്. ഒന്ന് വാട്ടർഫോൾസിന് താഴെ ഇങ്ങനെ ഇരിക്കുകയും തറയിൽ തീയൊക്കെ വെച്ച് ട്രെയിനിങ് ചെയ്യുന്നതും ലാസ്റ്റ് ആ ഒരു വലിയ പാറ തള്ളി മാറ്റുന്നതും. ഇത് 3ഉമാണ് ഗ്യോമെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാൻജിറോ, ഇനോസ്കെ, സെനിറ്റ്സു 3 പേർക്കും ഗ്യോമെ ഈ ഒരു ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ്. കൂടാതെ മറ്റുള്ളവരെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഗ്യോമെ. നമ്മുടെ അപ്പർ മൂൺ 1 ആയിട്ടുള്ള കൊക്കുഷിബു തന്നെ ഗ്യോമയെ കണ്ട് പറഞ്ഞിട്ടുണ്ട്, ഡീമൺസിനെക്കാളും വളരെ വേഗത്തിലാണ് ഗ്യോമ ഗ്രോ ആവുന്നത് എന്ന്. മറ്റുള്ള ഹാഷിരാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കട്ടാന പോലുള്ള നോർമൽ സോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഗ്യോമയുടെ വെപ്പൺ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഉള്ളത്. ഒരു ചെയിൻ പോലെയുള്ള വെപ്പൺ ആണ് ഗ്യോമ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതും ആ ഒരു നോർമൽ സോഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള നിച്ചറിംഗ് സ്റ്റീൽ വെച്ചാണ് ഈ ഒരു വെപ്പണും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ സൺലൈറ്റിനെ കൂടുതലായി അബ്സോർബ് ചെയ്യുകയും ഡീമൺസിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് സൺലൈറ്റ്. അതുകൊണ്ട് നോർമൽ ഡീമൺസിനെ ഇത് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ വേഗത്തിലൊന്നും റീജനറേറ്റ് ആകാനും കഴിയുകയില്ല. അതുപോലെ തന്നെ കൊക്കുഷിബു ഫൈറ്റിന്റെ ഇടയിൽ ഗ്യോമയുടെ ഈ ഒരു വെപ്പൺ കണ്ട് പണ്ടുള്ളതിനേക്കാൾ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു വെപ്പൺ ആണ് ഇത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് കൂടാതെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഗ്യോമയ്ക്ക് നോർമൽ സോഡിനേക്കാളും ഈ ഒരു വെപ്പൺ വെച്ച് ഫൈറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ അഡ്വാൻറ്റേജ്. കാരണം ഗ്യോമയ്ക്ക് കണ്ണ് കാണില്ല. അതുകൊണ്ട് ഈ ഒരു വെപ്പൺ വെച്ച് എനിമിയെ അറ്റാക്ക് ചെയ്യുമ്പോൾ എനിമി എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി ദൂരെ നിന്നുകൊണ്ട് തന്നെ എനിമി അറ്റാക്ക് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റുള്ള ഹാഷറേക്കാൾ സ്പീഡും റിഫ്ലക്സും ഗ്യോമയ്ക്ക് കൂടുതലാണ്. കൊക്കുഷിബയുടെ ഫൈറ്റിൽ തന്നെ ആ ഒരു അറ്റാക്കിൽ നിന്ന് ഗ്യോമെ പല തവണയായി രക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ ഒരു സമയം എത്തുമ്പോൾ ഗ്യോമയ്ക്കും ആ ഒരു ഡീമൺ സ്ലെയർ മാർക്ക് വരുന്നുണ്ട്. അതുകൂടാതെ ഗ്യോമെ ബ്ലൈൻഡ് ആണെങ്കിലും അവരുടെ ആ ഒരു ഇമാജിനേഷനിൽ ഓപ്പണന്റിനെ കാണാനും സാധിക്കും. കൂടാതെ ഗ്യോമയുടെ ഹിയറിംഗ് എബിലിറ്റിയും വളരെയധികം കൂടുതലാണ്. മൈന്യൂട്ട് ആയിട്ടുള്ള ശബ്ദം വരെ കേട്ട് അതെന്താണെന്ന് കറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്യോമെ യൂസ് ചെയ്യുന്ന ബ്രീത്തിങ് സ്റ്റൈലാണ് സ്റ്റോൺ ബ്രീത്തിങ്. സൺ ബ്രീത്തിങ്ങിൽ നിന്നും ഡയറക്റ്റ് വന്ന ഒന്നാണിത്. ഗ്യോമയ്ക്ക് സൂട്ടാവുന്ന രീതിയിലാണ് ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈലും വെച്ചിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ 5th ഫോം വരെ നമ്മുടെ ഗ്യോമെ യൂസ് ചെയ്യുന്നുമുണ്ട്. ഇതിന്റെ 2 ഫോംസ് ഓൾറെഡി സീരീസിന്റെ അവസാനം
അവസാനമായിട്ട് നമുക്ക് മൂസാന്റെ കൂടെയുള്ള ഫൈറ്റിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്യോമയെ പറ്റി ഇവിടെ പറയാനുള്ളത്. ഇതുപോലുള്ള ഡീമൺ സ്ലെയർ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.